ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ബറാത്ത് സ്പെഷ്യൽ കായ്ക്കറി പായസമാണ്. ഇത് നോമ്പിന്റെ സമയത്ത് കണ്ണൂരുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസം റെസിപ്പിയാണ്. നോമ്പിന് മാത്രമല്ല, ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റിയുമാണ്. ഈ ബറാത്ത് സ്പെഷ്യൽ കായ്ക്കറി പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള പിടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്. ഇപ്പോ പിടിക്കുള്ള മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളായി ഇതുപോലെ ഒന്ന് നുള്ളിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഉരുട്ടി ഇതുപോലൊരു ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് വലിയ ഉരുളകളാക്കി എടുക്കരുത്, അന്നേരം പായസത്തിൽ കഴിക്കാൻ നമ്മൾക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എത്രയും ചെറിയ ഉരുളകളാക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ്. പിടിയെല്ലാം ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. സ്റ്റീമറിലുള്ള വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പിടി വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് കടലപ്പരിപ്പ് കൂടി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന കടലപ്പരിപ്പ് നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊണ്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. കടലപ്പരിപ്പ് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാവും. ഈ സമയം കൊണ്ട് പിടി നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് ചെറുതായി തണുത്ത് കഴിയുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ വിടർത്തി കൊടുത്ത് എല്ലാം ഒന്ന് വെവ്വേറെ ആക്കി എടുക്കണം. അതേപോലെ തന്നെ കടലപ്പരിപ്പും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോവാതെ എന്നാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ഓരോന്നും നടുവേ ഒന്ന് പിളർന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 4 കപ്പ് 2-ാം പാലും 1/2 കപ്പ് 1-ാം പാലുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് പായസം നന്നായി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കട്ടകളൊന്നുമില്ലാതെ കലക്കി എടുത്തു വെക്കാം. ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ചേർത്ത് വേവിച്ചെടുക്കാനുള്ളതാണ്. അരിപ്പൊടിയും ഇവിടെ കട്ടകളൊന്നുമില്ലാതെ കലക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനുള്ള കടായിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന അരിപ്പൊടി മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരം ഇതിന് കണക്കായിരിക്കും, കാരണം നമ്മൾ ചേർക്കുന്ന നേന്ത്രപ്പഴത്തിനും മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര പഞ്ചസാര ചേർത്താൽ മതിയാവും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ചൂടായി വരുമ്പോൾ അരിപ്പൊടി അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോ തേങ്ങാപ്പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഈ നേന്ത്രപ്പഴം ഒരു 1/4 വേവാവുന്നത് വരെ നമ്മൾക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലൊക്കെ നന്നായി ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി കലക്കിയത് ചേർത്തത് കൊണ്ട് തന്നെ തിളയ്ക്കും തോറും നന്നായി കുറുകി വരും. ഇപ്പോ നമ്മൾ ചേർത്ത് കൊടുത്ത നേന്ത്രപ്പഴമൊക്കെ ഒരു 1/4 ഭാഗത്തോളം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പിടി ചേർത്ത് കൊടുക്കാം. പിടിയിലെ കട്ടകളൊക്കെ മാറ്റി നല്ലവണ്ണം വിടർത്തി വേണം ഇട്ടുകൊടുക്കാനായി.
പിടിയുടെ കൂടെ തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് പിടിയിലേക്ക് മധുരവും ഒക്കെ നന്നായി പിടിക്കും. ബാക്കിയുള്ള നേന്ത്രപ്പഴത്തിന്റെ വേവ് കൂടി ഈ ഒരു സമയത്ത് നല്ലവണ്ണം വെന്ത് കിട്ടും. ഇപ്പോ പഴമൊക്കെ നന്നായി വെന്ത് പായസമൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ പായസം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്ന ഒരു പായസമാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പായസം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കൽ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കായ്ക്കറി പായസം. നിങ്ങളും ഈ നോമ്പിന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.